നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്യുവർ ഹെൽത്ത് അംഗീകരിച്ച ലാബുകളിൽ നിന്നുള്ള കോവിഡ് PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റുകൾ മാത്രമേ അംഗീകരിക്കൂ എന്ന് വ്യക്തമാക്കി ദുബായ് സിവിൽ അതോറിറ്റി അധികൃതർ. കേരളത്തിലെ മൈക്രോ ഹെൽത്ത് ലാബ്, ജയ്പൂരിലെ സൂര്യ ലാബ്, ഒപ്പം ഡോക്ടർ പി ബാസിൻ പാത്ത് ലാബ് ഡൽഹിയിലെ തന്നെ നോബിൾ ഡയഗ്നോസ്റ്റിക് സെന്റർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള സർട്ടിഫിക്കറ്റുകൾ അംഗീകരിക്കില്ല എന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർക്ക് അയച്ച സർക്കുലറിൽ വ്യക്തമാക്കുന്നു. അതേസമയം ദുബായിൽ കോവിഡ് ചട്ടങ്ങൾ പാലിക്കാതിരുന്ന 22 സ്ഥാപനങ്ങൾക്ക് പിഴയും 2 എണ്ണത്തിന് ശാസനയും. ദുബായ് എക്കോണമി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നടപടി. ജീവനക്കാർ മാസ്ക് ധരിക്കാതിരുന്നതിനാലാണ് 19 സ്ഥാപനങ്ങൾക്ക് പിഴയിട്ടത്. സാമൂഹിക അകലം പാലിക്കാത്തതിനാലാണ് 3 സ്ഥാപനങ്ങൾക്ക് പിഴയും ശിക്ഷയും നൽകിയത് എന്ന് അധികൃതർ വ്യക്തമാക്കി. മൊബൈൽ കടകൾ, തയ്യൽ സ്ഥാപനങ്ങൾ, കെട്ടിട നിർമ്മാണ വസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയവ നടപടികൾ നേരിട്ട സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നു. ഇന്റർനാഷണൽ സിറ്റി, അൽ മുറാർ, അയൽ നസിർ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. 6 കായിക പരിശീലന കേന്ദ്രങ്ങൾക്കും പിഴ ഈടാക്കിയിരിക്കുന്നു. ദുബായിൽ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്ന 6 കായിക പരിശീലന കേന്ദ്രങ്ങൾക്കാണ് പിഴ. സന്ദർശകർ മാസ്ക് ധരിക്കാതിരിക്കുക, അകലം ഉറപ്പാക്കാതിരിക്കുക എന്നീ നിയമലംഘനങ്ങളാണ് ദുബായ് എക്കോണമി അധികൃതർ കണ്ടെത്തിയത്. ഓരോ സ്ഥാനവും ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളുടെ വിശദ പട്ടിക ദുബായ് സ്പോർട്സ് കൗൺസിൽ പുറത്തിറക്കിയിട്ടുണ്ട് എന്നും വ്യക്തമാക്കി. അതേസമയം 649 കടകൾ കോവിഡ് ചട്ടങ്ങൾ പൂർണ്ണമായി പാലിക്കുന്നതായും കണ്ടെത്തി. ചട്ടലംഘനം കണ്ടാൽ വിവരം ദുബായ് കൺസ്യൂമർ ആപ്പ്, വെബ്സൈറ്റ് എന്നിവയിലൂടെ വിവരം അറിയിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.